അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അതെന്തായാലും ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഒക്കെ എൻ്റെ തോന്നലാണ്. അതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് പെണ്ണായി തന്നെ ജീവിക്കണമെന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ കൊണ്ട് നിർത്താം. എൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതാ. ആ നിലപാടിൽ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്ക് സാധ്യമല്ല. അച്ഛൻ എത്ര നാൾ വേണമെങ്കിലും എന്നെ പൂട്ടിയിട്ടോട്ടെ, അല്ലെങ്കിൽ കൊന്നോട്ടെ. എന്നാലും എൻ്റെ ഈ നിലപാടിൽ നിന്നും ഞാൻ പിന്നോട്ടില്ല. അച്ഛന് മാത്രമല്ല അപ്പു, നിന്റെ ഈ നിലപാട് എനിക്കും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കുമെന്നും തോന്നുന്നില്ല. എന്നുവെച്ചാൽ അമ്മ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ഇനിയും എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ്? അതോ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കാത്തൊരു വേഷം കണ്ടിന്യൂ ചെയ്യണമെന്നാണോ? സോറി അമ്മ, ഇത്രയൊക്കെ മനസ്സിലായിട്ടും അമ്മയിൽ നിന്ന് ഇങ്ങനൊരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്നെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് തെറ്റി. അപ്പോ നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുമായി വഴക്കിട്ട് രാവിലെ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നത്. നിന്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാ ഇപ്പോഴും നമ്മൾ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാത്ത, ആർക്കും നാണക്കേടുണ്ടാക്കാത്ത, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സൊല്യൂഷനുള്ള സാധ്യത തീരെ കുറവാ അമ്മ. ഒന്നുകിൽ എന്റെ മനസ്സിനെ അംഗീകരിച്ച് നമുക്ക് 3 പേർക്കും ആ വീട്ടിൽ കഴിയാം. അതിന് അച്ഛനും അമ്മയ്ക്കും സാധിക്കുന്നില്ല എങ്കിൽ പിന്നൊരു വഴിയേ ഉള്ളൂ. എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്കാം. അച്ഛൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു മകളില്ലെന്ന് കരുതിയേക്കാം. അപ്പോ അതിന് ഞങ്ങൾക്ക് കഴിയും തോന്നുന്നുണ്ടോ നിനക്ക്? അതിനു വേണ്ടിയല്ലോ നിന്നെ ഇത്രയും നാൾ ഞങ്ങൾ വളർത്തിയതും സംരക്ഷിച്ചതും ഒക്കെ. നോക്കപ്പൂ, നീ നിന്റെ മനസ്സിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനിടയിൽ നീ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന 2 പേരുടെ മനസ്സും ജീവിതവും കൂടിയുണ്ട്. നിന്റെ ഈ തീരുമാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപമാനവും വേദനയും എത്ര വലുതായിരിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? വിജയ് പണിക്കരുടെയും ഗീതാലക്ഷ്മിയുടെയും മകൾ ഇനി മുതൽ ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് ലോകം അറിഞ്ഞാൽ? ലോകം അറിഞ്ഞാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് എന്ത് നാണക്കേടും മാനക്കേടും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നേ? അമ്മേ, ഇത് പഴയ കാലമൊന്നുമല്ല. ഒരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിക്കുന്ന ജീവിതം എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിച്ചു തീർക്കാനുള്ള അവകാശം നിയമപരമായി നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനും ചിന്തകൾക്കും അനുസരിച്ച് മാത്രമേ നമ്മളും ജീവിക്കാമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന്? ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇനി തുടർന്ന് അങ്ങോട്ടും ജീവിക്കാവോന്ന് ആർക്കാണ്, എന്തിനാണ് ഈ നിർബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയാണ്, കാലം പുതിയതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളെ ഒറ്റയടിക്ക് നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല. സൊസൈറ്റി കുടുംബജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ചില അളവുകോലുകളുണ്ട്. അതിന്റെ മെഷർമെന്റ് തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ സമൂഹം എന്ന സർക്കിളിന് പുറത്താണ്. അമ്മ ഈ പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അകത്താണോ പുറത്താണോ എന്ന് നിശ്ചയിക്കാൻ ഈ പറഞ്ഞ അളവുകോൽ ആരുടെ കയ്യിലാ? അങ്ങനെ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റായി ജീവിതം നയിക്കുന്ന എത്ര പേരുണ്ടാവും ഇവിടെ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ട്. അപ്പോ ഞാനൊരു ഉദാഹരണം പറയട്ടെ. എനിക്കോ വിപിക്കോ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കരുതുക. ആദ്യം നമ്മുടെ ഫാമിലിയും പിന്നെ അയൽപക്കവും അവരിലൂടെ നാട് മുഴുവനും ഇതറിയുന്നെന്ന് വിചാരിക്കുക. നീ എങ്ങനെയായിരിക്കും പിന്നെ നിന്റെ ഫ്രണ്ട്സിനെയും സൊസൈറ്റിയൊക്കെ ഫേസ് ചെയ്യുക? പഴയ അപൂർവ വിജയമായിട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലേ? ഞാനൊരു മോശക്കാരായ അച്ഛൻ്റെ അമ്മയുടെയും മകളാണ് എന്നുള്ളൊരു അപകർഷതാബോധം നിന്റെ ഉള്ളിൽ നീ പോലും അറിയാതെ വളരില്ലേ? പഴയതുപോലെ ആത്മവിശ്വാസത്തോടെ നിനക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്താ അപ്പു, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുപോലൊരു വിഷയമാണ് ഇതെന്ന് എനിക്ക് തോന്നില്ല അമ്മേ. യെസ്, സമ്മതിക്കുന്നു. ടോപ്പിക്ക് 2 പക്ഷെ 2 സംഭവിക്കുന്നത് സിസ്റ്റത്തിന് പുറത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഞാൻ
പറഞ്ഞ കഥയിൽ സിസ്റ്റത്തിന് പുറത്തു നിന്നുള്ളൊരു പങ്കാളിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജെൻഡറാണെന്ന വ്യത്യാസമേ ഉള്ളൂ. രണ്ടും സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തിരഞ്ഞെടുക്കൽ തന്നെയാണ്. അമ്മ പ്ലീസ്, നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. സൊസൈറ്റി മണ്ണാങ്കട്ട. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതൊരു രക്ഷപ്പെടലാണ് അപ്പോ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉത്തരമില്ലാഞ്ഞിട്ടുള്ള തട്ടിത്തെറിപ്പിക്കൽ, അതാ നിന്റെ ഈ ക്ഷോഭം. എങ്കിൽ ഉത്തരവുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതാ, ഞാൻ എന്ത് വേണം? അപ്പോ ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേക്കോ. നിന്റെ ഈ തീരുമാനം കൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ഭയപ്പെടുന്നതും അച്ഛനാണ്. BP ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. ഒരു ആവറേജ് ഫാമിലിയിൽ ജനിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ജീവിത വിജയം കൈവരിച്ച ഒരാൾ. മറ്റുള്ളവർക്ക് തന്റെ ജീവിതം ഒരു ഉത്തമ മാതൃകയാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾക്ക് മറ്റെന്തിനേക്കാളും വലുതായിരിക്കും അയാളുടെ സെൽഫ് റെസ്പെക്ട്. സമൂഹത്തിൽ തനിക്കും തന്റെ കുടുംബത്തിനും ലഭിക്കുന്ന മാന്യതയും സ്വീകാര്യതയാവും ആ വ്യക്തി മറ്റെന്തിനേക്കാട്ടിലും വില കൽപ്പിക്കുന്നത്. അച്ഛനും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു റോൾ മോഡലാണ് താനെന്ന് BP വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഇതുവരെ ശരിയായിരുന്നു. പക്ഷെ നിന്റെ തീരുമാനം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തിപ്രഭാവവും ഇല്ലാതായി പോകുമെന്ന് സ്വാഭാവികമായിട്ടും അച്ഛൻ ഭയപ്പെടുന്നു. ആ പേടി കൊണ്ടാണപ്പോ അച്ഛനിങ്ങനെ അബ്നോർമലായിട്ട് പെരുമാറുന്നത്. ഏത് നിമിഷവും അച്ഛൻ എന്ത് സംഭവിച്ചു പോയേക്കാം. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പേടി അതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് പിന്നെ ആരും ഇല്ലാതായി പോപ്പോ. വല്ലാതെ ഒറ്റപ്പെട്ടു പോകും നമ്മള്. എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പ്, അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം, അല്ലേ അമ്മേ? നിലനിൽപ്പ് ഒരു വിഷയം തന്നെയാണ് അപ്പോ. ഇപ്പൊ തന്നെ മുരളിയുടെ അശ്വതിയുടെയും കാര്യമൊന്ന് എടുത്തു നോക്ക്. ഒരു വീട് പോലെ കഴിഞ്ഞവരായിരുന്നു. എന്നിട്ടും നിന്റെ ഈ പ്രശ്നത്തിന്റെ പേരിൽ എത്ര പെട്ടെന്നാണ് അവർ നമ്മളെ വെറുക്കാനും നമ്മളിൽ നിന്ന് അകന്നു മാറാനും ശ്രമിച്ചത്. അവർക്കതിന് കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്ത് വേണമെന്ന് അമ്മ ഇനിയും പറഞ്ഞില്ല. അച്ഛൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഈ തീരുമാനം മാറ്റണമെന്ന് മാത്രം അമ്മ പറയരുത്. അതൊഴിച്ച് ബാക്കി എന്തിനും ഞാൻ തയ്യാറാണ്. അപ്പോ നീ നിന്റെ തീരുമാനം മാറ്റണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മോളെ, കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? സോറി, അഡ്ജസ്റ്റ് ചെയ്യാനോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനുണ്ട് നിന്റെ കൂടെ, നിന്റെ മനസ്സിനൊപ്പം. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ അപ്പോ. BPയെ കൂടെ നിന്റെ മനസ്സെന്താണെന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ റിയാലിറ്റിയെ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കാൻ BP തയ്യാറാവണം. അച്ഛനതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഇമേജിന്റെ തടവിലാണ് അച്ഛൻ. അതിൽ നിന്ന് പുറത്തു വരാൻ അച്ഛന് കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിയണം. BPയെ ആ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ നീ എനിക്ക് അതിന് കുറച്ച് സമയം തരണം അപ്പോ. അതുവരെ നീ പഴയ അപ്പോയി തുടരുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് തരണം. അത്രയൊരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ നിനക്ക്? പ്ലീസ് അപ്പു. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛനെ വിശ്വസിപ്പിക്കാൻ ഞാൻ പഴയതുപോലെ അത് ശരിയാവില്ലമ്മേ. അപ്പു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ നിന്റെ പ്രൈവസിയില് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ. പക്ഷെ VPക്ക് മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ അപ്പു? എല്ലാവരുടെയും നല്ലതിനു വേണ്ടി അമ്മയെ പറയുന്നത്. അച്ഛനെ എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ട് നിന്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയം, അത് മാത്രമേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോ. എത്ര നാൾ അമ്മയ്ക്ക് ഇക്കാര്യത്തിന് വേണ്ടി വരും? എനിക്കറിയാം, അങ്ങനെ കൃത്യമായ ഒരു തീയതിയും സമയമൊന്നും അമ്മയ്ക്ക് ഇതിൽ അഷ്വർ ചെയ്യാൻ പറ്റില്ല എന്ന്. ഏറിയാൽ 1 മാസം. അതിനുള്ളിൽ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം അമ്മ. അതുവരെ ഈ വേഷം കെട്ടൽ ഇഷ്ടമല്ലെങ്കിലും ഞാൻ തുടർന്നോളാം.
പക്ഷെ അതിലപ്പുറം വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് ഓർമ്മ വേണം.